പരം ശാന്തി. മാ ബാബജിക്ക കോടി കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് ആധ്യാത്മികത്തിൽ നിങ്ങൾ ഏത് ഭാവത്തിലാണ് ഇരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പരമാത്മയുടെ പ്രേമം പിടിച്ച് പറ്റണമെങ്കിൽ ആവുന്നതും ആളുകളോട് സംസാരിക്കരുത്. നിങ്ങളോട് ചോദിക്കും, എന്താ ഒന്നും മിണ്ടാത്തത് എന്ന്. പരമാത്മയ്ക്ക് അറിയും ഞാൻ സുഖത്തിൽ ആറാടുകയാണെന്ന്. ഭൗതിക മനുഷ്യരിൽ, അതായത് ഭൗതിക മനുഷ്യൻ പറഞ്ഞ ജീവാത്മാവ്, അവയ്ക്ക് അറിയില്ലല്ലോ എന്താണ് സംസാരിക്കേണ്ടത് എന്ന്. ഒരുപാട് നിർബന്ധിച്ചാൽ കുറച്ച് സംസാരിക്കുക. സംസാരിച്ചാൽ പവർ നഷ്ടപ്പെടും എന്നറിയുക. പണ്ട് ഋഷിമുനിമാർ ഗുഹയിൽ പോയിട്ടാണ് തപസ് ചെയ്യുന്നത്. കാരണം ആരെയെങ്കിലും കണ്ട് സംസാരിക്കുകയോ നോക്കുകയോ ചെയ്താൽ അവരുടെ പവർ നഷ്ടമാകും. അതുകൊണ്ടാണ് ഋഷിമുനിമാർ ഗുഹയിലും കാടുകളിലും പോയിട്ട് തപസ്യ ചെയ്യുന്നത്. ഇത് അവരുടെ ആനന്ദത്തെ, ആ ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ഇനി സഹായിക്കുകയുള്ളൂ. അതിനാലാണ് ഒരാളോടും അധികം സംസാരിക്കരുത്. ആധ്യാത്മിക സ്വീകരിക്കുന്നവർ ഒരാളോടും അധികം സംസാരിക്കരുത് എന്ന് പറയുന്നത്. നീ ഏത് പരിതസ്ഥിതിയിൽ വന്നാലും എനിക്ക് അത് സന്തോഷവാനായി എന്നും. നിങ്ങൾക്ക് എത്ര ദുഃഖമുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏതൊരു പരിതസ്ഥിതി വന്നാലും നിങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്ന് ചിന്തിക്കാതിരിക്കുക, പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആധ്യാത്മികത്തിൽ ക്ഷീണം സംഭവിക്കും. സന്തോഷവാനായി ഇരിക്കുക. എനിക്ക് മനസ്സ് ഉറയ്ക്കുന്നില്ല, കുഴപ്പമില്ല. നിങ്ങൾ ഒരാളെ നോക്കരുത്. കാമവാസനയിൽ നോക്കിയാൽ അത് നിങ്ങളുടെ പതനത്തിലെ അവസാനിക്കുകയുള്ളൂ. ഭഗവത് വിഷയത്തിൽ ആസക്തി ഇല്ലാത്തവരോട്, നാസ്തിക്, അങ്ങനെ ഭഗവാന്റെ ചിന്ത പോലും ഇല്ലാത്തവരോട് ഭഗവാനെ പറ്റി ഒരു കാര്യവും പറയരുത്. ഭഗവാനെ കൊല്ലുന്ന തരത്തിൽ ആണ് അത്. സംസാരിക്കുന്നതിനോട് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയെല്ലാം നിങ്ങളെ തെറി വിളിക്കുകയും അതുപോലെ പല പല വിഷയങ്ങൾ നിങ്ങൾ തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ അധികം ചെവി കൊടുക്കാതിരിക്കുക. കാരണം അവിടെ നിന്ന് അവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാതിരിക്കുക. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ ശക്തി ചോർന്നു പോകും. പക്ഷേ അവർക്ക് അറിയുന്നില്ല നിങ്ങൾ ആ പ്രഭുവിൻ്റെ ചിന്തയിൽ മതിമറന്ന് ആനന്ദത്തിൽ ആറാടുകയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അജ്ഞാനിക്ക് ആധ്യാത്മികം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഉത്തരം കൊടുത്താൽ, ഇങ്ങനെയുള്ളവർക്ക് ഉത്തരം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരും. പ്രഭുവിൻ്റെ പ്രേമം പ്രാപ്തമാക്കണോ, ആരോടും അധികം സംസാരിക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കണമെങ്കിൽ ആ ദിവ്യശക്തിയോട്, ആ പരമാത്മയോട് സംസാരിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. എന്താണ് അവർ പറയുന്നത്, അതിൽ ചിന്തൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പവർ നഷ്ടമാകും. അതുകൊണ്ട് ആ മാർഗത്തെ ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരോട് സംസാരിച്ചാൽ കൂടുതൽ സംസാരിക്കണം എന്ന് തോന്നും. നിങ്ങളെ പലതരത്തിലുള്ള സംഭാഷണം ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ കാമക്രോധ ലോഭ മോഹ അഹങ്കാര നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ധ്യാനം ചെയ്യാൻ മനസ്സ് വരില്ല. ഈ ചിന്തയായിരിക്കും മനസ്സ് മുഴുവൻ. അവർ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സ് ചിന്തൻ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ ആധ്യാത്മിക ചിന്തയെ ബാധിക്കും. അതിനാൽ നിങ്ങൾ ഈ കൂട്ടരെ കണ്ടാൽ അവിടെ നിന്ന് ഒഴിവാകുകയാണ് വേണ്ടത്.
നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചിന്തൻ മനസ്സിനെ ബാധിക്കരുത്. ഒരാളോടും എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറയരുത്. ഭഗവാൻ എങ്ങനെയാണോ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ വെച്ചിരിക്കുന്നത്, അത് ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതായിട്ടാണ്. ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അത് അറിയണം നിങ്ങൾ. ഭഗവാൻ എങ്ങനെ നിങ്ങൾ വയ്ക്കുന്നുവോ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കർമ്മഫലം കൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, പെങ്ങൾ, ഭാര്യ, കുട്ടികൾ, അങ്ങനെ പല പല ആളുകൾ ഉണ്ടാകാം. പക്ഷേ എല്ലാവരും ആധ്യാത്മികത്തിൽ കൂടെ ആയിരിക്കണമെന്ന് സംസാരിക്കണമെന്നില്ല. പക്ഷേ ഇത് നമ്മളെ ബാധിക്കുന്നത് ആധ്യാത്മിക ഭാഷയിൽ, ആധ്യാത്മിക യോഗത്തിൽ നമ്മൾക്കിതിനെ ബാധിക്കും. അതിനാലാണ് കുറച്ച് സംസാരിക്കുക, മെല്ലെ സംസാരിക്കുക, മധുരമായി സംസാരിക്കുക എന്ന് പറയുന്നത്. ഒരാളോടും ആശ വെക്കരുത്. അത് നിങ്ങളുടെ കമ്മിയാണ്. ഒരു ജ്ഞാനി ഒരിക്കലും വേറൊരാളെ ആകർഷിക്കേണ്ട വിധത്തിൽ ഒന്നും ചെയ്യരുത്. അവരുടെ ആകർഷണ വലയത്തിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അധ്യാത്മം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പല മുനികളുടെ തപസ് ചെയ്യുന്ന സമയത്ത് ഭംഗം വരുത്താൻ പല അപ്സരസുകൾ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ആധ്യാത്മികം തന്നെ അധപ്പതിച്ചു പോകും. അതുകൊണ്ടാണ് ഒരാളോടും കൂടുതൽ സമയം ചെലവഴിക്കരുത്. കൂടുതൽ സമയം ചെലവഴിക്കാം, പക്ഷേ എങ്ങനെയുള്ള ആളുകളോട് എന്ന് വെച്ചാൽ ആധ്യാത്മികത്തിൽ താല്പര്യം ഉള്ളവരോട്. അല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങൾ ഏതൊരു പ്രാണിയോടും വിരക്തി ഉണ്ടാവരുത്. എല്ലാ പ്രാണിയോടും സമമായി പെരുമാറുക. അത് നിങ്ങളുടെ ആധ്യാത്മികത്തെ ഉന്നതിയിൽ എത്തിക്കും. നിങ്ങൾക്ക് ആധ്യാത്മികത്തിലെ സുഖം ഭൗതിക ലോകത്തിൽ കിട്ടില്ല. നിങ്ങൾക്ക് ഹരിയുടെ ആനന്ദം, നിത്യാനന്ദം, പരമാനന്ദം, ബ്രഹ്മാനന്ദം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വഴി സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. ഇതാണ് ആ പരംപിതയുടെ അടുത്തേക്കുള്ള വഴി. ഇതാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഓരോരോ സ്റ്റെപ്പും മേലോട്ട് കയറിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം കർമ്മം അത്ര പ്രബലമാണ്. ഈ ഭൗതിക ലോകത്തിൽ നിങ്ങളെ പെടുത്താൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതിനാൽ എങ്ങനെയുള്ള അവസ്ഥയിലും നിങ്ങൾ പിടിച്ചു നിന്നേ മതിയാവുകയുള്ളൂ. അതാണ് പറയുന്നത്, ഓറയെ സീൽ ചെയ്യുക. നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഓറയെ സീൽ ചെയ്യാൻ മറക്കരുത്. ഓറയെ സീൽ ചെയ്താൽ ബാഹ്യശക്തികൾ നിങ്ങളുടെ എന്തെല്ലാം പറയുന്നോ സൂക്ഷ്മജീവിതത്തിലെ ആത്മാക്കളുടെ ശക്തി നിങ്ങളിൽ വരില്ല. ഒരു ദിവസം 1, 2, 3 പ്രാവശ്യമെങ്കിലും ഓറയെ സീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഭൗതിക ശക്തി അത്ര പ്രബലമാണ്. ഭഗവാൻ അഹങ്കാരത്തെയും ദേഷ്യത്തെയും ക്ഷമിക്കില്ല. ബാക്കി എല്ലാത്തിനോടും ക്ഷമിക്കും. കാരണം ഇവ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഭാവങ്ങളും അതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. ഈ ഭാവത്തെ ഇല്ലാതാക്കിയാൽ ബാക്കിയെല്ലാം ഇല്ലാതാകും. രാഗ്, ദ്വേഷ്, ഈർഷ്യ ഇതിൽ നിന്ന് മുക്തമാവുക. അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു പടവ് മേലോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇത് കറക്റ്റായിട്ട് സ്വീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പരംപിത പരമാത്മയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഈ ഭൗതിക ലോകത്തിൽ പ്രാണി മാത്രം 84 ലക്ഷം യോനിയിൽ പെട്ട് കറങ്ങേണ്ടി വരും. ഭൂതപ്രേത പിശാചിനിയായി കറങ്ങേണ്ടി വരും. അത്ര പ്രബലമാണ് ഈ ഭൗതിക ലോകം, അതായത് അമർ ലോകം.
ഈ ലോകത്തിൽ ഈ ലോകത്തെ കർമ്മഭൂമി എന്നും വിളിക്കും, മരണഭൂമി എന്നും വിളിക്കും. അല്ലാതെ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ അല്ല. സ്വർഗവും നരകവും ഭൂമിയുടെ ഏഴ് ഡയമെൻഷൻ, മേലെ സ്വർഗം, ഭൂമിയുടെ താഴെ 7 ഡയമെൻഷൻ പാതാളം. ഇങ്ങനെയാണ് സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി കാണുക. ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരം ശാന്തി, ബേഹദ് കി പരം ശാന്തി.